നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ ഡിവൈസസ് ആണ് നമ്മൾ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കണക്ഷനിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് മോഡം ആണ്. മോഡത്തിന്റെ ഫുൾ ഫോം എക്സാമിനെ ചോദിച്ചിട്ടുണ്ട്. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നാണ്. മോഡം, മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കൺവേർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ്. അപ്പൊ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലിലേക്കും ഡിജിറ്റൽ സിഗ്നൽസിനെ തിരിച്ച് അനലോഗ് സിഗ്നൽസിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡം അതിനെ എന്താക്കി മാറ്റും? അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റും. അതിനുശേഷം ഒരു അനലോഗ് സിഗ്നൽ മോഡത്തിന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മോഡം അതിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ ഈ ഫിഗറിൽ തന്നെ കണ്ടോ കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ഡിജിറ്റൽ സിഗ്നൽ കൊടുക്കുന്നു, മോഡം വഴി അതിനെ എന്താക്കി മാറ്റുന്നുണ്ട്? അനലോഗ് സിഗ്നൽ ആക്കി മാറ്റുന്നുണ്ട്. ടെലിഫോൺ കമ്പനികളിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന അനലോഗ് സിഗ്നൽസിനെ മോഡം എന്താക്കി മാറ്റുന്നുണ്ട്? ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ അനലോഗിനെ എന്താക്കി മാറ്റും? ഡിജിറ്റൽ സിഗ്നൽസിനെ തിരിച്ച് അനലോഗ് സിഗ്നലായും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് മോഡം എന്ന് പറയുന്നത്. ഇറ്റ് ട്രാൻസ്മിറ്റ് സിഗ്നൽ ത്രൂ ടെലിഫോൺ ലൈൻസ് ഓർ കേബിൾസ്. സിഗ്നൽസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ ടെലിഫോൺ ലൈൻസ് വഴിയോ അല്ലെങ്കിൽ കേബിൾ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ISDN ആണ്. ISDN എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISDNന്റെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ഫോൺ ലൈൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ ടെലികോം കമ്പനി. ടെലികോം കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോൺ ലൈൻ, ഡിജിറ്റൽ ഫോൺ ലൈൻ ഫെസിലിറ്റി ആണ് എന്ന് പറയുന്നത് ISDN എന്ന് പറയുന്നത്. അപ്പോൾ ഈ ISDN മോഡം ഒക്കെയാണ് നമ്മൾ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ISDN മോഡമാണ് നമ്മൾ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ വഴി നമുക്ക് എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല് വോയിസ് ഡേറ്റാസും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡേറ്റാസും നമുക്ക് ISDN യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ISDN എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ഫോൺ ലൈൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദ ടെലികോം കമ്പനി. ടെലികോം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഫോൺ ലൈൻ ഫെസിലിറ്റി ആണ് ISDN എന്ന് പറയുന്നത്. ISDN മോഡം ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ISDN മോഡമാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്? കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിംഗ് വോയിസ് ആൻഡ് ഡിജിറ്റൽ ഡേറ്റ. വോയിസ് ഡേറ്റാസിനെയും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡേറ്റാസിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളതാണ് ISDN എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കിയേ ISP. ISP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അതായത് നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ ആണ് ISP എന്ന് പറയുന്നത്. കണ്ടോ, ഇന്റർനെറ്റ് എങ്ങോട്ട് പോകും? ഈ ISP ഈ കമ്പനിയിലേക്ക് പോകും. ഈ ISP വഴിയാണ് നമുക്ക് ഓരോ ഓഫീസിലായാലും ഹോമിലായാലും നമ്മുടെ വീടുകളിലായാലും കമ്പനീസ് ആയാലും ബിസിനസ് ഓർഗനൈസേഷനിലേക്കാണെങ്കിലും എല്ലാം ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ISP വഴിയാണ്. അപ്പോൾ കമ്പനി ദാറ്റ് പ്രൊവൈഡ് ഇന്റർനെറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെയാണ് ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമ്മൾ മോഡം പറഞ്ഞപ്പോഴും കാണിച്ചു. കണ്ടോ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് VSNL. എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും. VSNL, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റ്, റിലയൻസ് ഒക്കെ എന്താണ്? ഓരോ ISP ആണ്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ഇപ്പോൾ ഈ കമ്പനീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റിലയൻസിന്റെ, ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ VSNLന്റെ ഒക്കെ ഇന്റർനെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കിയേ, അടുത്ത ഡിവൈസ് ആണ് ഹബ്. ഹബ് എന്ന് പറഞ്ഞാല് ഇതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാല് കോൺസെൻട്രേറ്റർ എന്നും പറയും. ഹബ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റർ. അതായത് ഇപ്പോൾ ഒരു 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഹബ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഹബ് വഴി ഇപ്പോൾ ഏതെങ്കിലും ഈ ഒരു കമ്പ്യൂട്ടർ 4 കമ്പ്യൂട്ടർ ഉണ്ട്, ഹബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡേറ്റ ഹബ് വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഹബിൽ കണക്ട് ചെയ്തിരിക്കുന്ന
ചെയ്യുന്ന എല്ലാ ഡിവൈസസിനും ആ ഡേറ്റാസ് ഷെയർ ചെയ്യും. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട് ഹബ്ബ് വഴി. അപ്പൊ ആ ഡേറ്റ ആർക്കൊക്കെ പോകുന്നുണ്ട്? ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആ ഡേറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഹബ്ബ്. ഹബിനെ പറയുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റർ എന്നാണ്. ഇറ്റ് കണക്ട് മോർ ദാൻ വൺ കമ്പ്യൂട്ടർ ടുഗദർ ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കില് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഹബ്ബ് യൂസ് ചെയ്യുന്നത്. ഹബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഹബ്ബുമായി കണക്ട് ചെയ്തിട്ടുള്ള 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഷെയർ ചെയ്യുന്ന ഡേറ്റ അതിനകത്തുള്ള ബാക്കി 9 കമ്പ്യൂട്ടേഴ്സിലേക്ക് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അടുത്ത നോക്കാം, സ്വിച്ച്. അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. സ്വിച്ച് ചെക്ക് ദ IP അഡ്രസ് ആൻഡ് ഡയറക്ട് ദ മെസ്സേജ് പാക്കറ്റ് ടു ദ പോർട്ട് ഓൺ വിച്ച് ദ ഡിവൈസ് വിത്ത് ദ IP അഡ്രസ്. സ്വിച്ച് ഹബ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ഡേറ്റ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഷെയർ ചെയ്യും. പക്ഷെ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ അത് ഏത് IP അഡ്രസ് ആണോ, നമ്മുടെ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഓരോ അഡ്രസ് ഉണ്ട്. അതിനെയാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പം ഈ IP അഡ്രസ് ചെക്ക് ചെയ്തിട്ട് ഏത് IP അഡ്രസ്സിലേക്കാണോ ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ IP അഡ്രസ് ഉള്ള ആ കമ്പ്യൂട്ടേഴ്സിലേക്ക് മാത്രമേ ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതാണ് സ്വിച്ചിന്റെ പ്രത്യേകത. അപ്പൊ സ്വിച്ചിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? സ്വിച്ച് ചെക്ക് ദ IP അഡ്രസ് ചെക്ക് ചെയ്യും. ആൻഡ് ഡയറക്ട് ദ മെസ്സേജ് പാക്കറ്റ് ടു ദ പോർട്ട് ഓൺ വിച്ച് ദ ഡിവൈസ് വിത്ത് ദാറ്റ് IP അഡ്രസ്. ഏത് ഡിവൈസിനാണോ ആ IP അഡ്രസ് ഉള്ളത് ആ IP അഡ്രസ് ഉള്ള ഡിവൈസിലേക്ക് മാത്രമേ ഡേറ്റ പാക്കറ്റ്സ് ഷെയർ ചെയ്യത്തുള്ളൂ. നമുക്ക് ഈച്ച് PC ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ്. ഓരോ കമ്പ്യൂട്ടേഴ്സിനും അല്ലെങ്കിൽ ഓരോ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനും അതിൻ്റെതായ എന്തുണ്ടാകും? IP അഡ്രസ് ഉണ്ടാകും. അതിനെ നമ്മൾ MAC അഡ്രസ് എന്നാണ് പറയുന്നത്. ആ അഡ്രസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് MAC അഡ്രസ്. ഓരോ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനും ഉള്ള IP അഡ്രസ് ആണ് MAC അഡ്രസ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിഡ്ജ് ആണ്. ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇപ്പം എന്തിനെയൊക്കെ കണക്ട് ചെയ്യാനാന്ന് വെച്ചാൽ ഒന്നിലധികം ലാൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നിലധികം ലാൻഡ് സെഗ്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഒരു ഓഫീസിലോ ബിൽഡിങ്ങിലോ ഉള്ള കണക്ഷൻ ആണ്, നെറ്റ്വർക്ക് കണക്ഷൻ ആണ് ലാൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലാൻ ഉണ്ട്. അപ്പൊ ഇവിടെ ലാൻ 1 ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ഇത് ലാൻ 2 രണ്ടാമത്തെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ബ്രിഡ്ജ് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നിലധികം ലാൻസിനെ തമ്മിലോ ലാൻ സെഗ്മെന്റുകളെ തമ്മിലോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അടുത്ത നെറ്റ്വർക്കിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ റൂട്ടർ ആണ്. റൂട്ടർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് വഴി ഡേറ്റ പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റൂട്ടർ. അപ്പം വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് റൂട്ടർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റൂട്ടർ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു PC അതായത് ഒരു കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റിനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ ഒരു കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വെബ് പേജിനെ ആക്സസ് ചെയ്യാനുള്ള ഇത് അലോ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? റൂട്ടർ ആണ്. അതായത് ഒരു IP അഡ്രസ് വെച്ചിട്ട്. അപ്പം ഒരു PC1 ഒരു വെബ്സൈറ്റിനെ ഒരു വയർലെസ് ഏരിയ നെറ്റ്വർക്കിൽ ഒരു വെബ്സൈറ്റിനെ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂട്ടർ അലോ ചെയ്ത് കൊടുക്കും ആ കമ്പ്യൂട്ടറിന് ആ വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ. എങ്ങനെയാന്ന് വെച്ചാൽ ആ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് നമ്മൾ പറഞ്ഞു, ഓരോ കമ്പ്യൂട്ടറിനും എന്തുണ്ടാകും? ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ IP അഡ്രസ് വെച്ചിട്ട് ആ കമ്പ്യൂട്ടറിന് ആ വെബ് പേജിനെ ആക്സസ് ചെയ്യാൻ അലോ ചെയ്യുന്നത് റൂട്ടറാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ റൂട്ടർ യൂസ് ചെയ്യുന്നത്. ഡേറ്റാസിനെ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും റൂട്ടറിൽ നമ്മുടെ നെറ്റ്വർക്കില് ഡേറ്റാസിനെ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്. ഇനി IP അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം എന്താ? യുണീക്ക് അഡ്രസ്. ഒരു യുണീക്ക് ആയിട്ടുള്ള അഡ്രസ് ആണ് ഓഫ് ഈച്ച് കമ്പ്യൂട്ടർ കണക്റ്റഡ് ഇൻ ദ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സിനെയാണ് IP അഡ്രസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു 32-ബിറ്റ് IP അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ IPv4 എന്നും, ഇനി 128-ബിറ്റ് IP അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ IPv6 എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 32-ബിറ്റ് IP അഡ്രസ് ആണ് IPv4, IPv6 എന്ന് പറഞ്ഞാൽ 128-ബിറ്റ് IP അഡ്രസ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് റിപ്പീറ്റർ ആണ്. റിപ്പീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വീക്ക് സിഗ്നൽ ആണ് വരുന്നതുണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് സ്ട്രോങ് സിഗ്നൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റർ. അപ്പോൾ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു റീജനറേറ്റ് എ സിഗ്നൽ, ഒരു സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. യൂസ്ഡ് ടു കണക്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാവ് ദി സെയിം പ്രോട്ടോകോൾ, ഒരേ പ്രോട്ടോകോളിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ പ്രോട്ടോകോളിലുള്ള നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാനാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി സിഗ്നൽസിനെ റീജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കി, ഇവിടുന്ന് ഒരു വീക്ക് സിഗ്നൽ വരും, ഇതിനെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റർ ആംപ്ലിഫൈ ചെയ്ത് ആംപ്ലിഫൈഡ് സിഗ്നലിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞാല് ഗേറ്റ് വേ ആണ്. ഇപ്പൊ ഗേറ്റ് വേ എന്ന് പറഞ്ഞാല് ഡിഫറന്റ് പ്രോട്ടോകോൾസിലുള്ള നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു കണക്ട് ടു ഡിഫറന്റ് നെറ്റ്വർക്ക് ഓർ നെറ്റ്വർക്ക് യൂസിങ് ഡിഫറന്റ് പ്രോട്ടോകോൾ, രണ്ട് ഡിഫറന്റ് നെറ്റ്വർക്കിനെയോ അല്ലെങ്കിൽ രണ്ട് ഡിഫറന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ കണ്ടോ, ഇവിടെ നെറ്റ്വർക്ക് 1 ഉണ്ട്, ഇവിടെ നെറ്റ്വർക്ക് 2 ഉണ്ട്. ഇവിടെ ഏത് ടോപ്പോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ റിംഗ് ടോപ്പോളജി. നമുക്ക് ടോപ്പോളജീസ്, നെറ്റ്വർക്കിന്റെ ടോപ്പോളജീസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇവിടെ എന്തൊരു റിംഗ് ടോപ്പോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ബെസ്റ്റ് ടോപ്പോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പൊ ഇവിടെ രണ്ട് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ രണ്ട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സം റൂൾസ് പ്രൊവൈഡഡ് ഇൻ ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചില റൂൾസ് ഉണ്ട്, ആ റൂൾസിനെ ആണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നെറ്റ്വർക്കിംഗിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവൈസസ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്